ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. നമ്മൾ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളായിട്ട് 4 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ സനൽകുമാരാദി മഹർഷിമാരുടെ സദ്വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇനിയും സൂതൻ കഥ തുടരുകയാണ്. നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. സൂത ഉവാച ഏവമുക്ത്വാ കുമാരാസ്തേ നാരദേന സമം തതഃ ഗംഗാതടം സമാജഗ്മു കഥാപാനായ സത്വരാ. നമുക്കിനിയും അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമുക്കറിയാം, ഈയൊരു കഥ സൂത ശൗനക സംവാദ രൂപത്തിലാണ് അല്ലേ. ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ബദരിയാശ്രമത്തിൽ വെച്ച് അല്ലേ. അതുകൊണ്ടാണ് സൂത ഉവാച, സൂതൻ പറഞ്ഞു. ഏവം ഉക്ത്വാ കുമാരാസ്തേ. ഏവം ഉക്ത്വാ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഏവം ഉക്ത്വാ. ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ഉക്ത്വാ പറഞ്ഞതിന് ശേഷം, കുമാരാസ്തേ എന്ന് പറഞ്ഞാൽ തേ എന്ന് പറഞ്ഞാൽ അവർ, ആ സനൽകുമാരാദി മഹർഷിമാർ നാരദേന സമം തതഃ. നാരദേന സമം, ശ്രീ നാരദ മഹർഷിയോട് കൂടി, സമം എന്ന് പറഞ്ഞാൽ കൂടി, തതഃ എന്ന് പറഞ്ഞാൽ അവിടെ, ഗംഗാതടം, ആ ഗംഗാതടത്തിൽ, സമാജഗ്മുഹു എത്തിച്ചേർന്നു, കഥാപാനായ സത്വരാഹ. കഥാപാനായ എന്ന് പറഞ്ഞാൽ ഈ ഭാഗവത കഥയെ, ഈ ഒരു കഥാരസത്തെ പാനം ചെയ്യുന്നതിന്, ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് സത്വര എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ ബദരിയാശ്രമത്തിൽ നിന്നും, നമുക്കറിയാം ബദരിയാശ്രമത്തിൽ കൂടിയിരുന്ന അവരെല്ലാവരും കൂടി ഹരിദ്വാരത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. അതാണ് ഗംഗാതടത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. എന്തിനു വേണ്ടി? ഈ ഒരു ഭാഗവത കഥയെ ആസ്വദിക്കുന്നതിന് വേണ്ടി ഈ സനൽകുമാരാദി മഹർഷിമാർ ശ്രീ നാരദ മഹർഷിയോടൊപ്പം ആ ഗംഗാതടത്തിലേക്ക് എത്തിച്ചേർന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവമുക്ത്വാ കുമാരാസ്തേ നാരദേന സമം തതഃ ഗംഗാതടം സമാജഗ്മു കഥാപാനായ സത്വരാഹ. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏവമുക്ത്വാ, ഏവ മുക്ത്വ അല്ല, ഏവം ഉക്ത്വ ആണ്. അതുകൊണ്ട് തന്നെ മായ്ക്ക് ഉകാരം കൊടുക്കുക. അതേപോലെ സമം തതഃ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് ഗംഗാതടം. പലപ്പോഴും നമ്മൾ ഗംഗ, ഒരു ക എന്നൊരു അക്ഷരത്തിൻ്റെ ഒരു പ്രസരം അവിടെ വരാറുണ്ട്. അത് കകാരമല്ല, ഗകാരമാണ്. അതുകൊണ്ട് ഗംഗാ തടം, അവിടെയും തടം ആണ്, തടം അല്ല. അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് സമാജഗ്മു, അവിടെ വിസർഗമുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് കഥാപാനായ സത്വരാഹ, അവിടെ വിസർഗവുമുണ്ട് ദീർഘവുമുണ്ട്, രണ്ടും ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. ഇപ്പോൾ ഈ ഇത്രയേറെ സനൽകുമാരാദി മഹർഷിമാർ ഈ സദ്വചനങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഭാഗവത കഥയുടെ മഹത്വം, മാഹാത്മ്യം മുഴുവൻ ശ്രീ നാരദ മഹർഷിയോട് പറഞ്ഞു കൊടുത്തതിന് ശേഷം അല്ലേ, ഏതൊരു ഭാഗവത കഥയാണോ ശ്രീ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വ്യാസഭഗവാൻ രചിച്ചത്, അത് അല്പനേരത്തേക്കെങ്കിലും മറന്നുപോയെങ്കിലും ശ്രീ നാരദ മഹർഷി അതെല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഈ ഭാഗവത കഥയുടെ മാഹാത്മ്യം മുഴുവൻ വളരെ ചുരുങ്ങിയ ശ്ലോകങ്ങൾ കൊണ്ട് തന്നെ ഈ സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞു കൊടുത്തിട്ട് ശ്രീ നാരദ മഹർഷിയെയും കൂടി കൂട്ടിക്കൊണ്ടാണ് ഹരിദ്വാരത്തിലേക്ക് പുറപ്പെട്ടത്. ആ ബദരി ആശ്രമത്തിൽ നിന്നും
ഹരിദ്വാരത്തിലേക്ക് അഥവാ ഗംഗാതടത്തിലേക്ക് പുറപ്പെട്ടത്. എന്തിനാ? അവിടെ ഈ ഭാഗവത കഥയുടെ പാനം നടന്നുകൊണ്ടിരിക്കുകയാണ്, പാരായണം അഥവാ വിവരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആസ്വദിക്കാനുള്ള ഒരു ത്വരയിൽ, ഒരു അമിതമായ ഒരു ആവേശം, ആഗ്രഹം, ഉള്ളിൽ അടക്കാനാവാത്ത ഒരു വാഞ്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ശ്രീ നാരദ മഹർഷിയിലും സനൽകുമാരാദി മഹർഷിമാരിലും. ശ്രീ നാരദ മഹർഷി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉപദേശിച്ചിട്ട് വ്യാസഭഗവാൻ എഴുതിയ ഭാഗവത കഥയെ ഒന്ന് കേൾക്കുവാനുള്ള അതിയായ ആഗ്രഹം അങ്ങനെ ഉള്ളിൽ നിന്ന് പൊന്തി വന്നതുകൊണ്ട് ആ നാരദ മഹർഷിയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഈ സനൽകുമാരാദി മഹർഷിമാർ ഗംഗാതടത്തിലേക്ക് പുറപ്പെട്ടത്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 11ാമത്തെ ശ്ലോകം. യദാ യാതാസ്തടം തേ തു തദാ കോലാഹലോപ്യഭൂത് ഭൂർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തഥൈവ ച. യദാ യാതാസ്തടം തേ തു. യഥാ എന്ന് പറഞ്ഞാൽ എപ്പോൾ, യാതാസ്തടം, യാതാഹ തടം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യാതാസ്തടം. യാതാഹ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നത്. എവിടെ? തടം, ആ ഗംഗാതടത്തിൽ എപ്പോൾ എത്തിച്ചേർന്നുവോ. തേ തു, തേ എന്ന് പറഞ്ഞാൽ അവർ, അതായത് ആ സനൽകുമാരാദി മഹർഷിമാരും നാരദ മഹർഷിയും. തു എന്ന് പറഞ്ഞാൽ ആകട്ടെ, അവരവിടെ എപ്പോഴാണോ എത്തിച്ചേർന്നത്, അവരവിടെ എത്തിച്ചേർന്നപ്പോൾ ആകട്ടെ, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, കോലാഹലോപ്യഭൂത്, കോലാഹലഃ അപി അഭൂത്, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് കോലാഹലോപ്യഭൂത്. ഇവിടെ കോലാഹലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ശബ്ദഘോഷം എന്നൊരർത്ഥത്തിലാണ്. അതായത് ഈ സനൽകുമാരാദി മഹർഷിമാരും നാരദ മഹർഷിയും ഒക്കെ അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും ഭാഗവത കഥ കേൾക്കാനായി തടിച്ചുകൂടിയ സജ്ജനങ്ങൾ, സുഹൃത്തുക്കൾ, അവരൊക്കെ അങ്ങനെ ശബ്ദഘോഷമുണ്ടായി. അഭൂത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ശബ്ദഘോഷമുണ്ടായി. എന്താ? ഇത് കേൾക്കാനുള്ള ഒരു ഇരമ്പലാണ് അവിടെ, അതിനുള്ള ഒരു വെമ്പലാണ് അവിടെ. അതുകൊണ്ട് അങ്ങനെ ഒരു ശബ്ദഘോഷം തന്നെ അവിടെ ഉണ്ടായി. എങ്ങനെ? ഭൂർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തഥൈവ ച. ഭൂർലോകേ, ഈ ഭൂമിയിലും, ഭൂർലോകത്തിലും, ഭൂമിയിലും, ദേവലോകേ, ദേവലോകത്തിലും, പിന്നെയോ ബ്രഹ്മലോകേ, ബ്രഹ്മലോകത്തിലും, തഥൈവ ച, തഥാ ഏവ ച, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് തഥൈവ ച. തഥാ ഏവ ച, എല്ലായിടത്തും, അതായത് ഭൂമിയിൽ മാത്രമല്ല, ഭൂമിയിലും ദേവലോകത്തിലും ബ്രഹ്മലോകത്തിലും ഒക്കെ ഒരു കോലാഹലം, ഒരു ശബ്ദഘോഷമുണ്ടായി. എല്ലാവരും ആർത്തിരമ്പി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗംഗാതടത്തിലേക്ക്. ഭഗവാനെ അവിടുത്തെ കഥ വർണ്ണിക്കുന്ന, ഭാഗവതി കഥ വർണ്ണിക്കുന്ന ആ ഗംഗാതടത്തിൽ അത് കേൾക്കാൻ കഴിയുക എന്ന സുഹൃത്തികളായി മാറാൻ ഈ മൂന്ന് ലോകത്തിൽ നിന്നുള്ളവർ പോലും ജയാരവം മുഴക്കിക്കൊണ്ട്, ഭഗവാന് ജയ് പറഞ്ഞുകൊണ്ട്, ശബ്ദഘോഷം മുഴക്കിക്കൊണ്ട് ആ ഗംഗാതടത്തിലേക്ക് ഇരമ്പുന്ന ഒരു കാഴ്ചയാണ് ഇവരവിടെ കാണുന്നത്. ആര്? ഈ ശ്രീ നാരദ മഹർഷിയും സനൽകുമാരാദി മഹർഷിമാരും ഗംഗാതടത്തിൽ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ പറഞ്ഞത്. നോക്കൂ, ബ്രഹ്മലോകത്തിലുള്ളവരും, അതായത് സത്യലോകത്തിലുള്ളവരും ദേവലോകത്തിലുള്ളവരും, അതായത് ഭൂമിയിലുള്ളവരും മാത്രമല്ല ഈ ഭാഗവതീ കഥ കേൾക്കാനായി തടിച്ചുകൂടുന്നവരിലുള്ളത്. ദേവലോകത്തിലുള്ളവരും സത്യലോകത്തിലുള്ളവരും ഭഗവാനെ അവിടുത്തെ മഹാത്മ്യം വർണ്ണിക്കുന്ന, അവിടുത്തെ മഹത്വം വർണ്ണിക്കുന്ന ഈ വ്യാസഭഗവാനാൽ വിരചിതമായ ഭാഗവത കഥ കേൾക്കുവാൻ തിരക്ക് കൂട്ടുന്ന കാഴ്ചയാണ് ഇവിടെ എത്തിയ സനൽകുമാരാദി മഹർഷിമാരും നാരദ മഹർഷിയുമൊക്കെ കാണുവാനിടയായത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
യഥാ യാതാസ്തടം തേ തു തഥാ കോലാഹലോപ്യഭൂത് ഭൂർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തഥൈവ ച. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞതുപോലെ യാഥാസ്തടം, ആ ട അത് കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുക. തടം അല്ല, തടം ആണ്. അതുപോലെ കോലാഹലോപ്യഭൂത്, കോലാഹലഃ അപി അഭൂതാണ്. അതുകൊണ്ട് തന്നെ കോലാഹലോപ്യഭൂത്, ഇവിടെ പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. അഭൂത്. പിന്നെ ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഭൂർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തഥൈവ ച. ബാക്കി എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 12ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീഭാഗവത പീയൂഷപാനായ രസലംപടാ ധാവന്തോപ്യായയുഃ സർവേ പ്രഥമം യേ ച വൈഷ്ണവാ. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ശ്രീ ഭാഗവത പീയൂഷപാനായ, ഈ ഒരു ഭാഗവത കഥാമൃതത്തെ പാനായ, പാനം ചെയ്യുന്നതിനായിക്കൊണ്ട് അഥവാ അതിനെ ആസ്വദിക്കുന്നതിനായിക്കൊണ്ട് രസലംപടാഹ, അതിൻ്റെ ആ ഒരു രസാസ്വാദത്തിൽ, അത് ആസ്വദിക്കുന്നതിൽ ലംപടാഹ തൽപരരായിട്ടുള്ളവർ ധാവന്തോപ്യായയുഃ സർവേ. ധാവന്തോപ്യായയുഃ, ധാവന്ത അപി ആയയുഃ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ധാവന്തോപ്യായയുഃ. ആയയുഃ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. ധാവന്ത അപി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. ആര്? സർവേ, എല്ലാവരും എത്തിച്ചേർന്നു. പ്രഥമം യേ ച വൈഷ്ണവാഹ, പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ, യേ ച യാതൊരാളാണോ വൈഷ്ണവാഹ വൈഷ്ണവന്മാരായിട്ടുള്ളത്, അഥവാ ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഏറ്റവും തൽപരരായിട്ടുള്ളത് എപ്പോഴും വൈഷ്ണവന്മാരാണ്, വിഷ്ണു ഭക്തന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം തന്നെ ഭഗവാനെ അവിടുത്തെ കഥ കേൾക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നു. കാരണം അവരെങ്ങനെയുള്ളവരാണ്? ശ്രീ ഭാഗവത പീയൂഷപാനായ രസലംപടാഹ, ആ ശ്രീമദ് ഭാഗവത കഥയെ അങ്ങോട്ട് കുടിക്കുന്നതിന്, അങ്ങോട്ട് നന്നായി അങ്ങോട്ട് ആസ്വദിക്കുന്നതിൽ സദാ തൽപരരാണ്. വൈഷ്ണവർക്ക് എപ്പോഴും ഭഗവാന്റെ കഥ എപ്പോഴും കേൾക്കുന്നതിലാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരാദ്യം തന്നെ എത്തിച്ചേർന്നു. ഭാഗവത കഥ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് സാധാരണ ഈ ഭാഗവത സപ്താഹം നടക്കുന്ന വേദിയിൽ സ്ഥിരമായി എത്തിച്ചേരാറുള്ള കുറേ വിഷ്ണു ഭക്തരുണ്ടാവും. അവർക്ക് എവിടെ ഭഗവാന്റെ കഥ പറയുന്നു എന്ന് കേട്ടാലും അറിഞ്ഞാലും അവരവിടെയൊക്കെ ഓടിയെത്തും. അതിന് പ്രത്യേകിച്ചൊരു ക്ഷണമോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് അടിച്ചിറക്കി അങ്ങനെ ഒരു പരസ്യ ഒരു പ്രചരണമോ ഒന്നും തന്നെയും ആവശ്യമില്ല. അവരെങ്ങനെയെങ്കിലും അറിയാനിടയായാൽ വൈഷ്ണവരവിടെ ഓടിയെത്തും. ഇവിടെയും അതാണ് പറഞ്ഞത്, ആദ്യം തന്നെ അങ്ങനെയുള്ള വൈഷ്ണവരവിടെ ഓടിയെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ് ഈ ഭൂമിയിലുള്ളവരും സത്യലോകത്തിലുള്ളവരും ദേവലോകത്തിലുള്ളവരുമൊക്കെ ഈ കഥ കേൾക്കാനായി അവിടെ നിന്നും പുറപ്പെട്ടത്. അതിനു മുൻപ് തന്നെ ഈ ഭഗവാന്റെ കഥ കേൾക്കാൻ, അതിൽ മാത്രമാണ് അവർക്ക് താല്പര്യം. അവർക്ക് ഈ ഭൂമിയിലെ മറ്റൊന്നിലും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ കഥ കേൾക്കാൻ ആദ്യം തന്നെ അവരവിടെ എത്തിച്ചേർന്നു. വൈഷ്ണവരായിട്ടുള്ളവർക്ക് അവർക്കെല്ലാം തങ്ങളുടെ ഭഗവാനാണ്. അവർക്ക് ഏറ്റവും മധുരതരമായിട്ടുള്ളത് ഭഗവാന്റെ കഥകളാണ്. അതിനോളം അവർക്ക് സുഖം തരുന്ന
മറ്റൊന്ന് ഈ ഭൂമിയിലില്ല തന്നെ. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം വൈഷ്ണവരെത്തിച്ചേർന്നത്. അത് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ശ്രീ വ്യാസഭഗവാന്. ആദ്യം വൈഷ്ണവരാണ് എത്തിച്ചേർന്നത് എന്ന്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രീഭാഗവത പീയൂഷപാനായ രസലംപടാ ധാവന്തോപ്യായയുഃ സർവേ പ്രഥമം യേ ച വൈഷ്ണവാ. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യത്തെ വരിയിൽ ശ്രീ ഭാഗവത പീയൂഷപാനായ, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അതേപോലെ രസലംപടാഹ, അത് ദീർഘമുണ്ട്, വിസർഗമുണ്ട്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ ലംപട, അവിടെ ട ആണ്, ഡ അല്ല, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ധാവന്തോപ്യായയോ, അവിടെ ആയയോ ആണ്, ധാവന്ത ആപി ആയയോ. അതുകൊണ്ട് പ്യ എന്ന അക്ഷരത്തിന് അകാരം നീട്ടിയെടുക്കുക. ധാവന്തോപ്യായയോ, അവിടെ പിന്നെ ഒരു വിസർഗം വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ വൈഷ്ണവാഹ, അവിടെയും വിസർഗവും ദീർഘവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത സത്സംഗത്തിൽ നോക്കാം. ഹരേ കൃഷ്ണ.